നമസ്കാരം, വെൽക്കം ബാക്ക് ടു കളരി സ്റ്റഡീസ്. ഇത് വടിവുകളെ കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. അഷ്ടവടിവുകളിൽ ആദ്യത്തെ 4 വടിവുകൾ, അതായത് ഗജവടിവ്, സിംഹവടിവ്, അശ്വവടിവ്, വരാഹവടിവ്, ഇത് 4 വളരെ പ്രധാനപ്പെട്ട വടിവുകളായിട്ടാണ് കരുതപ്പെടുന്നത്. കളരിപ്പയറ്റിലെ പ്രയോഗങ്ങൾ കൂടുതലും ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ വടിവുകളുമായിട്ടാണ്. അതായത് ചടക്കുകളും പാച്ചിലുകളും നമ്മൾ പഠിക്കുന്നത് ഈ ആദ്യത്തെ 4 വടിവുകളിലാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. ചടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമാണ് മലയാളത്തിൽ. വടിവുകളുടെ നിലയിലുള്ള ഓരോ പ്രയോഗത്തെയും അല്ലെങ്കിൽ തിരിഞ്ഞുള്ള പ്രയോഗത്തെയൊക്കെയാണ് ചടക്കം എന്ന് പറയുന്നത്. പാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്തുള്ള സ്ട്രക്ചറിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടുള്ള പ്രയോഗങ്ങളെയാണ് നമ്മൾ പാച്ചിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വിഷയം ഗജവടിവാണ്. ഗജവടിവിനെ കുറിച്ച് നമ്മുടെ കളരികളിൽ പല ചൊല്ലുകളും നിലവിലുണ്ട്. അതായത് ഗജത്തെ പോലെ ഉറച്ച ചുവടോടുകൂടി നിലകൊള്ളുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആനയോട് ഉപമിച്ച് ഉള്ള കുറെ ചൊല്ലുകൾ കളരിയിലുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചൊല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗജവടിവ് മല്ലന്മാരോട് ഏറ്റുമുട്ടാൻ ഉത്തമമാണെന്ന് പറയാറുണ്ട്. അപ്പൊ അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ചൊല്ല് തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മൾ മല്ലന്മാരെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ജപ്പാനിലെ സൂമോ ഗുസ്തിക്കാരായാലും, കൊറിയയിലായാലും, തായ്ലൻഡിലായാലും, ഇപ്പം ആഫ്രിക്കയിലെ സെനഗലീസ് റെസ്ലേഴ്സ് ആയാലും, ഇന്ത്യയിലെ ഗുസ്തിക്കാരും, അല്ലെങ്കിൽ യൂറോപ്പിലെ ഗുസ്തിക്കാരും, റഷ്യ, ടർക്കി, ഇവിടെ എല്ലായിടത്തും തന്നെ ഇവരെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഫൈറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗജവടിവിനോട് വളരെ സാമ്യമുള്ള ഒരു പൊസിഷനാണ്. ഇപ്പൊ ഈവൻ മോഡേൺ ഗ്രീക്കോ റോമൻ റെസ്ലിംഗിലായാലും അല്ലെ ബ്രസീലിയൻ ജിജിറ്റ്സുലായാലും ഇതിലെല്ലാം തന്നെ അവര് ഏകദേശം ഇതൊരു റെസ്ലിംഗ് ടൈപ്പ് ഒരു സ്ട്രക്ചറാണ്. റെസ്ലിംഗിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഇവരെല്ലാം ഉപയോഗിക്കുന്നത്. ഇത് റെസ്ലിംഗിൽ മാത്രമല്ല നമ്മൾ കാണുന്നത്, നമ്മളിപ്പോ മോഡേൺ സ്പോർട്സിലും ഏകദേശം ഇതേപോലുള്ള ഒരു പൊസിഷൻ കാണാറുണ്ട്. അതിനെ വിളിക്കുന്നത് യൂണിവേഴ്സൽ അത്ലറ്റിക് സ്റ്റാൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബാസ്കറ്റ് ബോളിലും ബേസ്ബോളിലും ഒക്കെ നമ്മൾ ഇതുപോലുള്ള ഒരു പൊസിഷൻ കാണാറുണ്ട്. അപ്പൊ ഇത് എന്താന്ന് പറഞ്ഞാൽ ഒരു ഡിഫെൻസീവായിട്ടും ഒഫെൻസീവായിട്ടും പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആണെന്നായിട്ടാണ് അവർ കരുതുന്നത്. ഈവൻ വെയിറ്റ് ലിഫ്റ്റിങ്ങിലും അല്ലെങ്കിൽ മോഡേൺ ഫങ്ഷണൽ ട്രെയിനിങ്ങിലും ഒക്കെ ഇങ്ങനെ ഒരു പൊസിഷൻ, അതായത് ഇപ്പോൾ കെറ്റിൽ ബെല്ലൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന എക്സസൈസുകളെല്ലാം തന്നെ ഇപ്പൊ ഇങ്ങനെ ഞെളിഞ്ഞ് നമ്മുടെ വടിവിൽ, നമ്മൾ ഗജവടിവിൽ അമരുന്ന പോലെ നിന്ന് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഈവൻ ഇപ്പം മോഡേൺ മെഡിക്കൽ സയൻസ് ആണെങ്കിൽ തന്നെ ഇപ്പം ബാക്കിന്റെ ഹെൽത്തിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ കുനിയാതെ നമ്മൾ ബാക്ക് ഞെളിച്ച് അമർന്ന സാധനങ്ങളൊക്കെ എടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇപ്പൊ പല യൂണിവേഴ്സിറ്റിയിലും പല സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ വളഞ്ഞു നിന്നൊരു വെയിറ്റ് എടുക്കുന്നതും നമ്മൾ ഞെളിഞ്ഞ് നിന്ന് ബാക്ക് ഞെളിഞ്ഞ് നിന്ന് വെയിറ്റ് എടുക്കുന്നതുമായിട്ടുള്ള നമ്മുടെ ബാക്കിൽ വരുന്ന ലോഡിങ്ങിന്റെ ഡിഫറൻസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് വളരെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻക്രീസ് ആണ് അതിൽ ഉണ്ടാകും നമ്മളിങ്ങനെ വളഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക്. അപ്പൊ അത് നമ്മുടെ ഒരു ലോങ് ടേമിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധനം ഇങ്ങനെ കുനിഞ്ഞെടുക്കുന്ന അങ്ങനെയൊക്കെ ശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ലോങ് ടേമിൽ നമ്മുടെ ബാക്കിനെ വളരെ ദോഷമായിട്ട് ബാധിക്കാറുണ്ട്. കളരിയിൽ നമ്മൾ പ്രത്യേകിച്ച് വടികളെ കുറിച്ച് ഇങ്ങനെ സയന്റിഫിക് ആയിട്ട് സ്റ്റഡി ചെയ്യുന്ന അങ്ങനെ നടന്നതായിട്ട് എന്റെ അറിവിലില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഇപ്പൊ മോഡേൺ സ്പോർട്സ് സയൻസിലൊക്കെ നടക്കുന്ന ആ അറിവുകളൊക്കെ നമ്മൾ കളരിയിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗജവടി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നോളജ് ഇത് കളരിപ്പയറ്റിന്റെ മാത്രം ഒരു യുണീക്കായിട്ട് നോളജ് ആയിട്ടൊന്നും കൂട്ടാൻ പറ്റത്തില്ല. ഇതെല്ലാം തന്നെ ഒരു മനുഷ്യന്റെ ഒരു കളക്റ്റീവ് നോളജാണ്. ഇതിപ്പോ ലോകത്ത് എവിടെ പോലും ഇങ്ങനെയുള്ള പല നോളജുകളും അണ്ടർസ്റ്റാൻഡിങ്ങുകളും മനുഷ്യൻ നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ ജപ്പാനിലൊന്നും ആന ഇല്ലാത്തതുകൊണ്ട് അവരതിനെ ഗജവടി എന്ന് വിളിക്കാറില്ല. അപ്പം ഇപ്പൊ അന്നേരം ഉദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആനയെ കണ്ടാണോ ഗജവടിവ് പഠിച്ചത്, അതോ നമ്മുടെ ഒരു ഗുസ്തിക്കാരന്റെ വലിപ്പവും അവന്റെ ആ നടപ്പും കണ്ടിട്ട് നമ്മള് അതിനെ ഗജവടിവ് എന്ന് വിളിച്ചതാണോ എന്ന് തോന്നാം. ഇപ്പം ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ പേരിടുന്ന 2 രീതിയിലും ആകാം. നമ്മളിപ്പോ പ്രകൃതിയിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുമ്പോൾ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ പേരിടാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു മൂവ്മെന്റ് ഒരു മൃഗമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടൊക്കെ സാമ്യം ഉണ്ടെങ്കിലും നമ്മളെ അങ്ങനെ വിളിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഓരോരുത്തരെ ഓരോ മൃഗത്തിന്റെ പേര് വിളിച്ച് കളിയാക്കുന്നത് അവര് അതിനെ അനുകരിക്കുന്നതുകൊണ്ടാണോന്നില്ല. നമ്മളിപ്പം വടിവുകളെ പറ്റി നമ്മൾ സാധാരണ പറയുന്നത് മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് പഠിച്ചെടുത്ത് ശാസ്ത്രീയമായി രൂപപ്പെടുത്തിയ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയാണോന്നില്ല. ഇതിപ്പം ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള മനുഷ്യന്റെ ഒരു ശരീരശാസ്ത്രത്തെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ പിന്നെ അതിനെ ഒരു ചിട്ടപ്പെടുത്താൻ വേണ്ടി ഓരോ പേരുകൾ ഇട്ടപ്പോൾ ഒരു മൃഗങ്ങളുമായിട്ടുള്ള ഒരു സാമ്യത ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ വിളിച്ചതും ആകാം.
നമ്മുടെ പ്രകൃതിയിൽ നിന്നും കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് മാർഷൽ ആർട്സിലായിരുന്നു. മാർഷൽ ആർട്സിൽ ഇപ്പൊ എവിടെയൊക്കെ ഇപ്പൊ ചൈനയിലും ഇപ്പൊക്കെ അവര് ശരിക്കും ഫിസിക്കലി തന്നെ ആ മൃഗങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം കുരങ്ങിനെയും അല്ലെങ്കിൽ കടുവയും നമ്മൾ മനുഷ്യൻ അങ്ങനെയും പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം തിരിച്ചു ആകാറുണ്ട്. സാധാരണ ഒരു വിദ്യാർത്ഥി ഗജവടിവ് ആദ്യം പഠിക്കുന്നത് മെയ്പ്പയറ്റിലെ തൊഴുതമർന്ന് ഇടത് വെച്ച് വലതുകൊണ്ട് ചവിട്ടി എന്നുള്ള സീക്വൻസിലാണ്. ഇപ്പൊ ഇത് പല കളരിയിലും പല രീതിയിലും ചെയ്യാറുണ്ട്. ഈ തൊഴുതമരുന്ന രീതി തന്നെ. ഇപ്പൊ ചില കളരിയില് നേരെ കൈ തൊഴുത് അമരാറുണ്ട്. ചില കളരിയില് ഇങ്ങനെ കുനിഞ്ഞ് അമരാറുണ്ട്. അല്ലെങ്കിൽ ചില കളരിയില് ഇങ്ങനെ അമരാറുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ സിഗ്നേച്ചർ മൂവായിട്ട് കൂട്ടിയാൽ മതി ഓരോ കളരിയെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള. നമ്മൾ അമരുന്നതിന് പല വ്യത്യസ്ത രീതികളുള്ള പോലെ തന്നെ ഇപ്പൊ നമ്മൾ അമരുമ്പോൾ കൈ എങ്ങനെ പിടിക്കണം എന്നുള്ളതിനും പല കളരിയിലും പല രീതിയിൽ പറയാറുണ്ട്. ഇപ്പം കൈ ഇങ്ങനെ തൊഴുതു പിടിക്കുന്ന രീതിയുണ്ട്, കൈ ചുരുട്ടി മുഷ്ടിയാക്കി പിടിക്കുന്ന രീതിയുണ്ട്. അങ്ങനെ പിടിക്കുമ്പോൾ തന്നെ കൈ ഇങ്ങനെ തള്ളവിരൽ നീട്ടി നമ്മുടെ കണ്ണുകൾക്കിടയിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതികളുമുണ്ട്. കളരിപ്പയറ്റിനെ ഒരു പ്രാക്ടിക്കൽ ഫൈറ്റിംഗ് ആയിട്ട് കാണുവാണെങ്കിൽ ഇപ്പൊ ചില ശീലങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിപ്പോ ഫൈറ്റ് ചെയ്യുമ്പോൾ കൈയെല്ലാം തുറന്നു പിടിച്ച് വിരലൊക്കെ തുറന്നു പിടിച്ച് ചെയ്യുവാണെങ്കിൽ അത് തട്ടി പരിക്ക് പറ്റാനും ഇടയുണ്ട്. അതുകൊണ്ട് എപ്പോഴും പറയുന്ന പ്രാക്ടിക്കൽ ഫൈറ്റേഴ്സ് എപ്പോഴും പറയുന്ന കൈയൊക്കെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ ചുരുട്ടി പിടിക്കുക, അല്ലെങ്കിൽ എതിരാളി കയറി നമ്മുടെ വിരലുകൾ പിടിച്ച് നമ്മളെ കീഴ്പ്പെടുത്താനും എളുപ്പമാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതാണ് അപ്പൊ ഇങ്ങനെ പിടിക്കുന്നത്, ഇങ്ങനെ ഒരു ശീലം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മുടെ കണ്ണിനിട്ട് തന്നെ കൊള്ളാം. ഇപ്പൊ ആരെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനിട്ട് കൊണ്ട് പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതിന് എന്തൊക്കെ എക്സ്പ്ലനേഷൻ ഉണ്ട് അല്ലെങ്കിൽ ന്യായീകരണം ഉണ്ടെങ്കിലും, അതായത് ഇപ്പൊ ഇതൊരു ഗ്രോയിനിട്ടുള്ള അറ്റാക്ക് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മർമ്മത്തിനുള്ള അറ്റാക്ക് ആണ്, അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ യോഗിപരമായിട്ടുള്ള എന്തെങ്കിലും തൃക്കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷൻ ആണെങ്കിലും ഒരു പ്രാക്ടിക്കൽ മാർഷൽ ആർട്ട് എന്ന രീതിയിൽ ഇതൊരു നല്ലൊരു ശീലമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഗജവടിവിൽ അമരുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ കളരിയിൽ പറയുന്നത് വിരുത്തി അകറ്റി അമരുക എന്നാണ്. അപ്പൊ വിരുത്തി അകറ്റുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഷോൾഡർ വിഡ്ത്താണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചുവട് വെച്ചിട്ട് നമ്മൾ അമരുമ്പോൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാല് ഓപ്പൺ ആക്കിയിട്ട് അമരും. അതായത് നേരെ അമരുന്നതിന് പകരം അവര് ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ അവിടെ അമരും. അപ്പൊ ഇതിലെന്നാ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഹിപ്പ് ഓപ്പൺ ആയി പോവാണ്. അതായത് നമ്മുടെ ഈ ഏരിയക്ക് പറയുന്നതാണ് ഇൻക്യൂനൽ ക്രീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഇൻക്യൂനൽ ലിഗമെന്റ് ഉണ്ട്. അപ്പം മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് ചുളുക്കാണ് തോന്നുന്നത്. കാരണം ഇവിടെയുള്ള മർമ്മത്തിന്റെ പേര് ചുളുക്ക് മർമ്മം എന്നാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ഔട്ട്സൈഡായിട്ട് ഇങ്ങനെ തുറന്ന് അമരുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നേരെ അമരുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് പോകുന്നത് നമ്മുടെ കാലിന്റെ ഇൻസൈഡ് എഡ്ജിലേക്കാണ്. അതായത് നമ്മുടെ പെരുവിരലിന്റെ സൈഡിലുള്ള ഭാഗത്തേക്കാണ് കൂടുതൽ ഫോഴ്സ് നമ്മുടെ ബോഡി വെയിറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഗ്രൗണ്ടിൽ നല്ലൊരു ഗ്രിപ്പ് കിട്ടും, ഒരു നല്ലൊരു ഫ്രിക്ഷൻ അവിടെ ഉണ്ടാക്കാൻ പറ്റും. അതായത് മുന്നിൽ നിന്ന് ആരെങ്കിലും തള്ളിയാൽ പോലും നമുക്ക് അതിനെ റെസിസ്റ്റ് ചെയ്ത് ആ ഫോഴ്സിനെ വേണമെങ്കിൽ നമുക്ക് കാലയിലോട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് വിടാൻ പറ്റും. അതേസമയം ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ അമരുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വെയിറ്റ് ഈ പുറത്തുള്ള ഔട്ട്സൈഡ് എഡ്ജിലേക്ക് പോകും. ഈ ഔട്ട്സൈഡ് എഡ്ജിലേക്ക് വരുമ്പോൾ നമ്മുടെ ചെറുവിരലിന്റെ ആ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് നേരെ അമരുന്നതിൽ അത്ര ഗ്രിപ്പോ അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷനോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പൊ ആരെങ്കിലും മുന്നിൽ തള്ളിയാലും നമ്മുടെ ബോഡി അത്ര സ്റ്റേബിൾ ആയിരിക്കും. നമുക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടും. ഈ കാലയിലോട്ടുള്ള വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനെ ബാധിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പൊ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ശരീരം അല്ലെ അപ്പർ ബോഡി ലോ ബോഡി ആയിട്ടുള്ള ഒരു കണക്ഷനെ അത് ബാധിക്കും. നമ്മുടെ ബോഡി ഒരു മെയ് ഒറ്റ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ക്ഷമതയും അവിടെ കുറയ്ക്കുന്നത്. അത് ക്ലോസ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും മെയ് ഒന്നായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്. ഇത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഈ ജോയിന്റ്സ് ഓപ്പണിങ് ആൻഡ് ക്ലോസിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഇപ്പൊ ഇടുപ്പ് ക്ലോസ്ഡ് ആണെങ്കിൽ അതായത് അത് നമ്മുടെ ബോഡി കുറച്ചുകൂടെ ഒന്നായിട്ടിരിക്കാൻ പറ്റും. ഇത് കളരിപ്പയറ്റി മാത്രം കാണുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഇത് ലോകത്തുള്ള ഏത് മാർഷൽ ആർട്ട് എടുത്താലും അതിലെല്ലാം കാണുന്ന ഒരു സർവ്വസാധാരണമായിട്ടൊരു ഇഷ്യൂ ആണിത്. ഇപ്പൊ ചൈനീസ് മാർഷൽ ആർട്സ്, ജാപ്പനീസ് മാർഷൽ ആർട്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ കുതിരച്ചൂടായിട്ടാണ് കാണുന്നത്. അതായത് ഒരു കുതിരപ്പുറത്ത് ഇരുന്ന് യാത്ര ചെയ്യുന്ന പോലുള്ള ഒരു പൊസിഷൻ. അപ്പൊ ഇതിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അമരുമ്പോഴത്തേക്ക് നമ്മുടെ
ഉള്ളിലേക്ക് ഒരു സ്പൈറലിംഗ്, അതായത് ഒരു സ്പൈറലിംഗ് ഒരു ട്വിസ്റ്റ് വന്നിട്ട് അമർന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അകറ്റണം. അല്ലാതെ ആദ്യം തന്നെ ഇങ്ങനെ ഓപ്പൺ ആക്കല്ലെന്ന് പറയും. ഇതിന് കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പലരുടെ ഒരു ഫ്ലെക്സിബിലിറ്റിയുടെ ഒരു കുറവ് കൊണ്ടാണ്. ഇങ്ങനെയുള്ളവർക്ക് നാച്ചുറലി അത്ര ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. അപ്പൊ അവർക്ക് ഇങ്ങനെ അമരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അവർ പറ്റാത്തതുകൊണ്ട് അവർ തരത്തിൽ ചീറ്റ് ചെയ്തിട്ട് ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് അങ്ങോട്ട് അമരും. പക്ഷെ നിങ്ങൾ ചീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും അതൊരു ഡെവലപ്മെന്റ് ഉണ്ടാകത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ കളരിപ്പയറ്റില് പല കളരികളിലും പല ഗുരുക്കന്മാർക്കും പല പ്രിഫറൻസും പല ശരികളും ഉണ്ടായിരിക്കും. അപ്പൊ ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ എന്റേതായിട്ടുള്ള ഒരു പരീക്ഷണത്തിൽ എനിക്ക് ശരിയും തോന്നിയ കാര്യങ്ങളായിരിക്കും. ഞാൻ ഇതിനെ കൂടുതലൊരു മാർഷൽ ആർട്ടായിട്ട് അപ്രോച്ച് ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് അവർ പറയുന്നത് തെറ്റാണെന്നൊന്നുമല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ന്യായങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടാവും. അപ്പം ഇവിടെ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗജവടിവിനെ പറ്റി ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അതില് ഇറ്റ്സ് എ വെരി ഗുഡ് വീഡിയോ. അതിൽ കുറെ ഡീറ്റെയിൽസും പിന്നെ കുറെ കോമൺ മിസ്റ്റേക്കുകളെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതില് ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നില്ല. കാരണം അടുത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഇത് എനിക്ക് ഇവിടെ പറയേണ്ടി വരുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗജവടിവിൽ അമരുമ്പോൾ നമ്മുടെ കാലുകൾ, അതായത് മുട്ടിന് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബാക്കിലേക്ക് ആയം കൊടുത്തിരുന്നാൽ മതി. ഇപ്പൊ നമ്മൾ അമരുമ്പോഴത്തേക്ക് ബാക്കിലേക്ക് ആയം കൊടുത്തിട്ട് വിവരമാണെങ്കിൽ നമുക്ക് ആ ഒരു അമർച്ച കിട്ടും. അപ്പം ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നിന്നതിന് ശേഷം അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിനെ അദ്ദേഹം ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവരുടെ ബാക്ക് ഇടുപ്പ് പ്രസ് ചെയ്ത് സ്ട്രോങ് എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന പറഞ്ഞ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഫോഴ്സിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള നമുക്ക് സ്ട്രെങ്ത് ഉണ്ടെന്ന് കാണിക്കണം. അപ്പൊ അത് പലരും ഇപ്പൊ ഒരു ഗജവടിവിന്റെ ഒരു സ്ട്രെങ്ത് ഡെമോൺസ്ട്രേഷൻ ആയിട്ട് കാണിക്കുന്നത് ഗജവടിവിൽ ഇരുന്നിട്ട് ആൾക്കാരെ തുടയിൽ കയറ്റി നിർത്തി ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷന് നല്ലതാണ്. അതായത് ഇപ്പൊ നമുക്കൊരു സ്ക്വാട്ടിംഗ് സ്ട്രെങ്ത് കാണിക്കാനായിട്ട് നല്ലതാണ്. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ആ സ്റ്റുഡൻസിന്റെ മുന്നിൽ വന്നിട്ട് അവരെ ബാക്കിലേക്ക് തള്ളുന്നില്ല. അപ്പൊ അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം അതിന് എത്രത്തോളം ഒരു സ്ട്രെങ്ത് ഉണ്ട് അങ്ങനെ പൊസിഷനിൽ ഇരിക്കുമ്പോൾ. പക്ഷെ ഗജവടിവിന്റെ ഇപ്പൊ നമ്മളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും മുമ്പിൽ ഇരിക്കുന്ന ഒരു എതിരാളിയെ നേരിടാനുള്ള ഒരു പൊസിഷനാണ്. ഇപ്പൊ ഒരു ഗ്രാപ്പിളർ അല്ലെ ഒരു റെസ്ലർ ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പൊസിഷൻ അതാണ്. പക്ഷെ അവരങ്ങനെ നിൽക്കത്തില്ല, അവർ മുന്നോട്ട് കയറിയൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഗജവടിവിലാണെങ്കിൽ പോലും നമ്മുടെ ഗജവടിവിലുള്ള പ്രയോഗങ്ങൾ, ഇപ്പൊ ആനപ്പാച്ചിൽ അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കയറിയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു സ്റ്റാറ്റിക് ആയിട്ട് നമ്മൾ നിന്ന് ചെയ്യുന്നില്ല. അത് നമ്മൾ മെയ്പ്പായിട്ട് ചെയ്യുമ്പോൾ ഒരു ആർട്ട് എന്ന രീതിയിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ നല്ല രീതിയിൽ നിൽക്കണം എന്നൊക്കെ. ഇപ്പം അദ്ദേഹത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ ആ ഒരു രീതിയിലായിരുന്നു. കൂടുതലും ഇപ്പം ഹെൽത്തും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ അങ്ങനെ നിന്ന് കഴിഞ്ഞുള്ള ബെനിഫിറ്റുകളും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇങ്ങനെ കൈ എങ്ങനെ പിടിക്കണം, ഈ കൈ എങ്ങനെ പിടിക്കണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ആ സാഹചര്യം അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു ആക്ച്വൽ ഫൈറ്റിംഗ് രീതിയിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫോമായിട്ട് ചെയ്യുമ്പോൾ ഫോമിന്റെ ഒരു സ്റ്റാൻഡേർഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് കൈയൊക്കെ ചേർത്ത് പിടിച്ച് ചെയ്യണമെന്നാണ്. അപ്പൊ നമ്മൾ കൂടുതലൊരു നമുക്കൊരു ഒതുക്കവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ട്രെയിൻ ചെയ്യാൻ നല്ലതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ വേറൊരു കളരിയിലും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് കൈ പിടിക്കുന്നെങ്കിൽ അത് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അത് ഓരോരുത്തരുടെ ഓരോ പ്രിഫറൻസുകളാണ്. അപ്പൊ ഇതില് ഇപ്പൊ ഗജവടിവില് മെയിൻ ആയിട്ട് നിൽക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഞെളിഞ്ഞ് ബാക്കൊക്കെ ഞെളിഞ്ഞ് ഒരു മുന്നായത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഗജവടിവിലായിട്ട് സാധാരണ പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ മെയ്പ്പയറ്റിലായാലും അല്ലെങ്കിൽ ഒറ്റപ്പയറ്റിലൊക്കെ ആണെങ്കിലും നമ്മൾ കാല് കയറിയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിപ്പോ കളരിപ്പയറ്റ് മാത്രമല്ല, മറ്റ് മാർഷൽ ആർട്ടുകളിലെല്ലാം തന്നെ അവരുടെ ഒരു കുതിരച്ചോട്ടിലൊക്കെ അവർ ഇരിക്കുമ്പോൾ, ഹോസ്റ്റാൻസിലൊക്കെ ഇരിക്കുമ്പോൾ അവര് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ട് നമ്മുടെ ടോയും ഒരു ലൈനിൽ വരണമെന്ന് പറയുന്നത്. അല്ലാതെ ഈ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണമെന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മുടെ സ്റ്റെബിലിറ്റി അത് ബാധിക്കും അങ്ങനെ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പൊ ഇത് കളരിയിലും അതുപോലെ തന്നെയാണ്. അമർച്ചയിൽ വരുമ്പോഴത്തേക്കും മുട്ടും ടോയുമാണ് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത്. ഒരു മുന്നായം കിട്ടും, നമുക്ക് ഗ്രിപ്പും കുറച്ചുകൂടെ ഒരു ഫോർവേഡ് എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ചുകൂടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ കുറച്ച് മുട്ട് മുന്നോട്ടിരിക്കുന്നത് തന്നെയാണ്. ഇപ്പൊ നമ്മള് ആ വീഡിയോ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിനെ ബാക്ക് പ്രസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴോ സ്റ്റുഡൻസ് ഒക്കെ മുന്നോട്ട് കാല് വെച്ച് കയറുമ്പോഴും തിരിയുമ്പോഴും ഒക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ മുട്ട് സ്ട്രെയിറ്റ് അല്ല, ഈ മുട്ടിന് താഴോട്ട് സ്ട്രെയിറ്റ് അല്ല, അത് ശരിക്കും കുറച്ച് മുന്നോട്ട് ടോയുടെ തന്നെ ഇരിക്കുന്നത്. കാരണം നമ്മുടെ ബോഡി അങ്ങനെ ഒരു കറക്റ്റ് ഒരു നേരെ ലൈനിൽ ഇരിക്കത്തില്ല. ഇപ്പൊ ഇവൻ പ്രസ് ഒക്കെ ചെയ്യുമ്പോൾ പോലും ശ്രദ്ധിച്ചറിയാം അത് മുന്നോട്ട് ആവുന്നു. ഈ കാലെങ്ങനെ മടങ്ങണം എന്നുള്ളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹിപ്പിന്റെ പൊസിഷനാണ്.
ഇപ്പൊ നമ്മൾ ആദ്യത്തെ ബേസിക് വീഡിയോയിൽ മുൻപുണ്ടായിരുന്ന വീഡിയോയിലുള്ള ബേസിക് കോൺസെപ്റ്റുകളിൽ ഒന്ന് നമ്മുടെ ടിൽറ്റിംഗ് ആണ്. നമ്മളെങ്ങനെ നമ്മുടെ ഹിപ്പ് ടിൽറ്റ് ചെയ്യണം എന്നുള്ളത്, നമ്മുടെ പെൽവിക് റീജിയൻ എങ്ങനെ ടിൽറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമ്മള് ഒത്തടി അമരുമ്പോൾ, അതായത് ഗജവടിയിൽ ഒത്തടി അമരുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്കിലേക്ക് തള്ളിയിരിക്കണം. ബാക്കിലേക്കുള്ള ടിൽറ്റാണ് ഉണ്ടാകുന്നത്. ഞെളിഞ്ഞു നിൽക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ നേരെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് മുന്നിൽ നിന്ന് ഒരാൾ തള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നേരെ നിന്നുകൊണ്ട്. അപ്പൊ മുന്നിൽ നിന്ന് ഒരാൾ തള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കാല് ഒന്നെങ്കിൽ ഇറക്കി വെക്കണം, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറണം. അല്ലാതെ ഒരു നേരെ ചുവട് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ നിവർന്ന് നിന്നുകൊണ്ട് നമുക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ബാക്കിലേക്ക് മറിഞ്ഞു പോകും. അപ്പൊ ഇങ്ങനെ ഒരു പൊസിഷനിൽ, അതായത് ഇങ്ങനെ ഒരു പൊസിഷനിൽ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ റീഅലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അതാണ് ഗജവടിവിന്റെ മെയിൻ ആയിട്ടൊരു ഉദ്ദേശം തന്നെ. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ, ഒരു എതിരാളി ഒരു പ്രയോഗം നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് അതായത് ചുവട് ഇറങ്ങാതെ ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്ന് പെൽവിസ് സ്റ്റാക്കിലേക്ക് ടിൽറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അമരുകയും ചെയ്യണം, നമ്മൾ മുന്നായത്തിൽ വരികയും ചെയ്യണം. അപ്പൊ ഈ മുന്നായത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അവിടെ ചേഞ്ച് ചെയ്യും. നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കുറച്ചുകൂടെ ഇങ്ങോട്ടായി, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾ വന്നു. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് അമരുകയാണ്. അപ്പം എതിരാളിയുടെ പൊസിഷൻ അനുസരിച്ചായിരിക്കണം എത്രത്തോളം നമ്മൾ അമരണം എന്നുള്ളത്. അപ്പൊ നമ്മൾ മെയിൻ ഫൈറ്റിൽ പലരും ഒരുപാട് ഡീപ്പായിട്ട് പോകാറുണ്ട്, കുറച്ചുപേര് അല്പം ഉയർന്നു നിൽക്കാറുണ്ട്. ഞാനീ പറയുന്നത് കൂടുതൽ ഒരു മാർഷൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്. അപ്പൊ ഇതില് നമ്മുടെ എതിരാളിയുടെ പൊസിഷൻ അനുസരിച്ച് വേണം നമ്മൾ അമരാൻ. എതിരാളി താന്ന് വരുവാണ്, ഒരു റെസ്ലറാണ്, ഒരു ഗ്രാപ്പലർ ആണെങ്കിൽ അവര് താന്ന് വരും. അപ്പൊ ആ താന്ന് വരുമ്പോഴത്തേക്ക് നമ്മളും താഴണം. അപ്പൊ ആ താഴ്ച എത്രത്തോളം വരണം എന്നുള്ളത് എതിരാളിയുടെ പൊസിഷനും ആ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബട്ടക്സ്, അതായത് കാലിന്റെ ഈ മുട്ടിന്റെ ആ ഒരു അളവിൽ നിന്ന് താഴോട്ട് പോകരുത്. അങ്ങോട്ട് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവിടുന്ന് ഒരു തള്ളു വന്നു കഴിഞ്ഞാൽ നമ്മൾ താഴെ വരും. ഓക്കെ, അപ്പൊ ആ ഒരു ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ മുന്നോട്ട് അമരുന്നതിന്റെ ഒരു കണക്ക്, അതായത് നമ്മൾ മെയ്പൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും തുടവാരി കമർന്ന് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആ തുടവാരി കമരാൻ വേണ്ടി ചില കളരിയിൽ ശരിക്കും താഴാറുണ്ട്, ചില കളരികളിൽ അത്ര താഴാറില്ല. ചില നമ്മളിപ്പോ റെസ്ലിംഗ് എടുത്തു കഴിഞ്ഞാലും റെസ്ലേഴ്സ് ചില സമയത്ത് ആ ഒരു പൊസിഷൻ വരാറുണ്ട്. അതിപ്പം എഗെയിൻ അത് നമ്മുടെ എതിരാളി എത്രത്തോളം അമർന്നുള്ളത് അനുസരിച്ചിരിക്കും. പക്ഷെ അതിന് ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം റെസ്ലേഴ്സിന് അറിയാൻ പറ്റും, റെസ്ലേഴ്സ് അല്ലെ ജിജിറ്റ്സുകാർ അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അവരിപ്പോ ഇങ്ങനെ ഒരു പൊസിഷൻ നിൽക്കുമ്പോൾ എതിരാളിയുടെ ഫോഴ്സിനെ വേണം അവർക്ക് റെസിസ്റ്റ് ചെയ്യാം. പക്ഷെ എതിരാളി മുന്നോട്ട് വലിച്ചു കഴിയുമ്പോൾ അവരെല്ലാം ചെയ്യുന്നത് പറഞ്ഞാൽ അവർ പുറകോട്ട് മാറുകയാണ്. നമ്മൾ ഒത്തിരി അമർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള കുറെ എബിലിറ്റീസ് നമുക്ക് കുറയും. അപ്പം നമ്മൾ മെയ്പൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തുടവാരിക്കൊക്കെ അമർന്ന് നന്നായിട്ട് ചെയ്യുന്ന പ്രാക്ടീസ് ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. പക്ഷെ ഒരു ഫൈറ്റിംഗ് ഇതിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അധികം ഒരുപാട് അമരാതിരിക്കുന്നതാണ് നല്ലത്. ഈ അടുത്ത കാലത്ത് കളരിഫൈറ്റിനെ പറ്റി എഴുതിയ ഒരു പുസ്തകത്തിൽ ഒരു കാര്യം പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് ഈ ഗജവടിവ് ഈ വെയിറ്റ് ലിഫ്റ്റേഴ്സിന്റെ ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പൊസിഷനായിട്ട് വളരെ സാമ്യമുള്ളതാണ്. അതുകൊണ്ട് ഗജവടിവിന്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ തൂക്കി എറിയാനും ടേക്ക് ഡൗണും അല്ലെങ്കിൽ ത്രോസ് ഒക്കെ ചെയ്യാനായിട്ട് നല്ലതെന്ന് പറയാറുണ്ട്, ചെയ്യാൻ പറ്റും. പക്ഷെ വെയിറ്റ് ലിഫ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും അമർന്നിട്ട് അവരിപ്പോ വെയിറ്റ് എടുത്തോണ്ട് അവർ ശരിക്കും സ്ക്വാട്ട് ചെയ്യും, അവിടെ നിന്നാണ് അവർ വെയിറ്റ് കൊടുക്കുന്നത്. പക്ഷെ കളരിയിൽ നമ്മൾ അത്ര അമരാറില്ല, കാരണം അത്ര അമർന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പൊസിഷൻ വീക്ക് ആവും, നമ്മുടെ വടിവ് വീക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മറിച്ചിടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ വെയിറ്റ് ലിഫ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം അവരിപ്പോ ഇങ്ങനെ അമരുമ്പോഴത്തേക്ക് അവരുടെ ഈ വെയിറ്റ് ഒരു കൗണ്ടർ ബാലൻസ് ആണ്. അപ്പൊ ഈ കൗണ്ടർ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത് വെയിറ്റ് ലിഫ്റ്റർ തന്നെയാണ്. അതേസമയം നമ്മുടെ ഫൈറ്റിംഗ് നമ്മുടെ എതിരാളിയാണ് ആ വെയിറ്റ് ആർക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. അതുകൊണ്ട് ഗജവടിവ് നമുക്കൊരു ടേക്ക് ഡൗൺ ഒക്കെ ഉള്ള ഒരു ട്രെയിനിങ് ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം. പക്ഷെ നമ്മൾ വെയിറ്റ് ലിഫ്റ്റേഴ്സിന്റെ അതുപോലെ ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ. ഗജവടിവിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് ചിലപ്പം പറയാറുള്ള ഒരു പ്രയോഗമുണ്ട്. അതായത് നമ്മൾ ഇപ്പൊ ഒരു നിവൃത്ത ഒരു പൊസിഷനിൽ നിന്ന് ഗജവടിവിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഇത് പറയുന്നുണ്ട്. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ആ ചവിട്ടി അമരുമ്പോഴത്തേക്ക് ആ സെയിം സമയത്ത് തന്നെ മുന്നോട്ട് തള്ളി അടിക്കുന്ന ഒരു ഇത്. അത് നമ്മളിപ്പോ മെയ്പൈറ്റിലൊക്കെ ആണെങ്കിലും നമ്മളിപ്പം എഴുതെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആ പ്രയോഗമൊക്കെ പെട്ടെന്ന് നിവർന്നുള്ള ഒരു ബോഡി സ്ട്രക്ചറിൽ നിന്ന് ഒരു ടിൽറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി സ്ട്രക്ചറിലേക്ക് പെട്ടെന്ന്
ട്രാൻസിഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ആ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അപ്പൊ അതില് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബാക്ക് ശരിക്കും ഞെളിക്കാൻ പഠിക്കണം. അത് ആ ഞെളിവിന്റെ ഒക്കെ ഒരു പ്രയോജനം ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഈ മൂവ്മെന്റ് ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഞാൻ ബാജിച്വ എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ, ഒരു ചൈനീസ് സ്റ്റൈൽ പഠിച്ചപ്പോൾ അതിലുള്ള ഒരു മൂവ്മെന്റുമായിട്ട് വളരെ സാമ്യമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് ബാജിച്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് മുസ്ലിംസിനിടയ്ക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. അതിലുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ നമ്മുടെ ബാക്കിൽ ഞെളിച്ച് ബാക്കിലേക്ക് തള്ളുകയും മുമ്പോട്ടുള്ള ഒരു അറ്റാക്ക് കൂടെയാണ്. അതായത് അതിപ്പോ കയറി എന്നിട്ട് ചെയ്യുന്ന ഒരു പ്രയോഗമാണ്. അപ്പൊ നമ്മൾ കാല് അടുപ്പിച്ച് വെക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇതേപോലുള്ള ഒരു പവർ ജനറേഷൻ ആണ്, പക്ഷെ കാലത്രയും അകറ്റുന്നില്ല, കാല് ചേർത്ത് വെച്ചാണ്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ അമരണമെന്നില്ല. ഈ ഒരു ഇപ്പം കാലടുത്ത് വെച്ചും ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഗജപടികൾ ഒഴിവാക്കേണ്ട ഒരു മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാക്ക് നമ്മൾ ടിൽറ്റ് ചെയ്യാതെ ഇങ്ങനെ റൗണ്ട് ആക്കി അമരുന്ന ചിലർ കാണാറുണ്ട്. അത് വളരെ ഒഴിവാക്കേണ്ടതാണ്. നേരത്തെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ബാക്ക് വളഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലോങ് ടേമിലുള്ള ദോഷങ്ങളെ പറ്റി. ഇപ്പൊ മെയ്പയറ്റിലാണെങ്കിലും നമ്മള് മുന്നായത്തില് അമരുമ്പോഴത്തേക്ക് ആ അമർച്ചയുടെ അളവും ഡെപ്തും ഓരോ വ്യക്തിക്കും ഡിഫറെന്റ് ആയിരിക്കണം. കാരണം നമ്മളെല്ലാവരും തന്നെ വളരെ യുണീക്കാണ്, നമ്മുടെ ബോഡി സ്ട്രക്ചർ ഡിഫറെന്റ് ആണ് എല്ലാവർക്കും. അപ്പൊ അത് എങ്ങനെ കറക്റ്റ് ഒരു ഒപ്റ്റിമൽ പൊസിഷൻ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് ഏറ്റവും എളുപ്പം കണ്ടെത്താൻ പറ്റുന്ന പറഞ്ഞ ഒരു പാർട്ട്ണറെ വെച്ച് നമ്മൾ അവരെ കൊണ്ട് പതുക്കെ ഫോഴ്സ് കൊടുക്കുക. അത് പതുക്കെ മെതുവെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പതുക്കെ ഫോഴ്സ് കൂട്ടി നമ്മളെ തള്ളാനായിട്ട് ശ്രമിക്കുവാണെങ്കിൽ നമുക്ക് പതുക്കെ നമ്മുടെ ബോഡി സ്ട്രക്ചർ അമർന്ന് ആ ഒരു കറക്റ്റ് ഒരു ഒപ്റ്റിമൽ പൊസിഷനിലേക്ക് നമുക്ക് വരാൻ പറ്റും. അപ്പൊ അന്നേരം നമുക്ക് അറിയാൻ പറ്റും കറക്റ്റ് ആ ബോഡി വെയിറ്റ് അവരുടെ ആ ഫോഴ്സ് കാലിലോട്ട് പോകുന്നതായിട്ട് ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് ശരിക്കും അമർച്ച നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഒരു ഇത് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവിടെ നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അത് ഓരോരുത്തർക്കും ഓരോ അമർച്ചയായിരിക്കും. നമ്മളപ്പം പിന്നെ അപ്പർ ബോഡി റിലാക്സ് ചെയ്യുക ആ പൊസിഷനിൽ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒപ്റ്റിമൽ ആയിട്ടുള്ള വടിവ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ഒപ്റ്റിമൽ ആയിട്ടൊരു പൊസിഷൻ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഗജവടിവിൽ നമ്മൾ എങ്ങനെ മൂവ് ചെയ്യണം, ഇടത് വെച്ച് വലത് കൊണ്ട് ചവിട്ടി നമ്മൾ കയറുന്ന പോലെ അങ്ങനെയുള്ള മൂവ്മെന്റ്സ് നമ്മൾ ആ എതിരാളിയെ പിടിച്ചോണ്ട് നമ്മൾ തള്ളി കയറാൻ പഠിക്കണം. അപ്പം നമുക്ക് ആ മൂവ് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ വടിവ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ പലരും ഒരു സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ വടിവ് നമ്മുടെ ബോഡി സ്ട്രക്ചർ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ആ ഫോഴ്സ് ഒരിടത്ത് ഒരു പ്രഷർ ഉണ്ടെങ്കിൽ മുന്നിൽ ഒരു പ്രഷർ ഉണ്ടെങ്കിൽ നമ്മൾ ആ അമർച്ചയിൽ നമ്മൾ കയറുമ്പോഴത്തേക്ക് നമ്മുടെ വടിവ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ പാർട്ട്ണറുമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫീൽ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും പ്രയോഗത്തിന്റെ കൂടെ ചെയ്താലും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗജവടിവിലെ ഇപ്പൊ ചില കോമൺ മിസ്റ്റേക്കുകൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പൊ ആദ്യത്തെ നമ്മുടെ ഇപ്പം കാലുകളുടെ ഫ്ലെക്സിബിലിറ്റി. നമുക്കിപ്പോ നേരെ അമരാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ ഇപ്പൊ ഇങ്ങനെ അമർന്നു പോകുന്നവർക്ക് അവരുടെ ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കുറെ ആ അമർച്ചയിൽ ആ വടിയിലൊക്കെ കുറെ നേരം പറ്റുന്നത്ര. അപ്പൊ അവർക്ക് ഇത്രയും നേടാൻ പറ്റുള്ളെങ്കിൽ ആ ഒരു പൊസിഷനിൽ കുറെ നേരം നിൽക്കും, കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി വരും. അതിന് നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു വെയിറ്റ് ഉപയോഗിച്ച് ഇതേപോലെ തന്നെ അമരാം. അപ്പൊ വെയിറ്റ് അധികം മുന്നോട്ട് കൊണ്ടുവരാതെ ബോഡിയോട് ചേർത്ത് പിടിക്കുക. അപ്പൊ കൂടുതൽ ആ വെയിറ്റ് നമ്മുടെ കോർ ഉപയോഗിച്ച് നമുക്ക് താഴാൻ പറ്റണം. അപ്പൊ അങ്ങനെ നമ്മൾ മാക്സിമം അതായത് ഫ്ലെക്സിബിലിറ്റി കുറവുള്ളവർ മാക്സിമം താഴും, ബാക്കൊക്കെ ഞെളിച്ച് താഴും. എന്നിട്ട് നമ്മുടെ മാക്സിമത്തിൽ എത്തുമ്പോൾ അവിടെ കുറെ നേരം അങ്ങനെ നിൽക്കും, ഒരു ടൈം വെച്ചിട്ട് അതനുസരിച്ച് പല സെറ്റായിട്ട് ചെയ്യും. കുറച്ചുകൂടെ ആയി കഴിയുമ്പോൾ കുറച്ചുകൂടെ താങ്ങാവുന്ന നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ വെയിറ്റ് ഒത്തിരി ഹെവി ആയിട്ടുള്ള വെയിറ്റ് എടുക്കാതിരിക്കുക, ചെറിയ വെയിറ്റിൽ തുടങ്ങുക. പിന്നെ ഒരു എക്സസൈസ് ഈ കെറ്റിൽ ബെൽ സ്വിംഗ് ആണ്. അതായത് ഇത് കെറ്റിൽ ബെൽ ആണ്. ഇപ്പൊ നമ്മൾ സാധാരണ വെയിറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ തോന്നുന്നു, ഡമ്പലൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ തോന്നുന്നു. അപ്പൊ കെറ്റിൽ ബെൽ സ്വിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ആ ഞെളിഞ്ഞ് തന്നെ അമർത്തണം, ഞെളിഞ്ഞമർന്നാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ കെറ്റിൽ ബെൽ എടുക്കുന്നത് തന്നെ നമ്മൾ ആ ഞെളിവിലാണ് എടുക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കുനിയാതെ ശരിക്കും ഞെളിഞ്ഞ് തന്നെ കൈ ശരിക്ക് ഞെളിഞ്ഞ് ഇങ്ങനെ എടുക്കുന്ന രീതിയിലാണ് എടുക്കുന്നത്. ഇവിടുന്ന് നമ്മളത് സ്വിംഗ് ചെയ്യുകയാണ്. എന്നിട്ട് അമരുമ്പോഴത്തേക്ക്
ഇത് ഇങ്ങനെയുള്ളതൊക്കെ പല എക്സസൈസ് ചിലപ്പോൾ ഈ വടിവിനെ ബെറ്റർ ആക്കാനായിട്ട് സഹായിക്കും. ഇപ്പൊ അടുത്ത ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഞെളിക്കലാണ്. അതായത് നമ്മുടെ ഈ പെൽവിസ് ബാക്കിലേക്ക് ടിൽറ്റ് ചെയ്യാൻ വേണ്ടി. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യോഗയിലെ ഒരു എക്സസൈസ് ആണ് മാർജാര ബിഡിലാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ക്യാറ്റ് കൗ എക്സസൈസ് ആണ്. അത് 2 യോഗാസനങ്ങൾ കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കുറച്ചുകൂടെ മൂവ്മെന്റ് എളുപ്പം കിട്ടും എന്നുള്ള എൻ്റെ വിശ്വാസം. ഞാൻ ചില പിള്ളേരെയൊക്കെ പഠിപ്പിക്കുമ്പോഴും ആ എക്സസൈസ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ അവർക്ക് കുറച്ച് ഈസി ആയിട്ട് ഇതെങ്ങനെ ഞെളിക്കണം എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട്. അടുത്തൊരു കറക്റ്റീവ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വടി വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വടി ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോഡേൺ ഫിസിയോതെറാപ്പിയിലും അല്ലെങ്കിൽ ഫങ്ഷണൽ ട്രെയിനിങ്ങിലും ഒക്കെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അതായത് വടി പുറകെ വെച്ചുകൊണ്ട് അതായത് ബാക്ക് നിവർന്നിരിക്കുക എന്നുള്ള ഒരു നമുക്ക് സ്വയം അറിയാൻ വേണ്ടിയുള്ള ഇതാണ്. വരുമ്പോൾ നമ്മൾ ബാക്ക് നിവർന്നാണോ ആ ഒരു ലൈനിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ, വടി അവിടെ കുത്തിയിരിക്കുന്നതുകൊണ്ട് ഒറ്റ ലൈനിലാണോ നമ്മുടെ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. കളരിയുടെ ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 വയസ്സിൽ പയറ്റ് പഠിക്കാൻ തുടങ്ങുന്നതാണ്. അപ്പൊ ആ ഒരു പ്രായത്തിൽ ഇങ്ങനെയുള്ള കറക്ഷൻ, ഇങ്ങനെയുള്ള എക്സസൈസിനൊന്നും ആവശ്യമില്ല. പിള്ളേർ പെട്ടെന്ന് തന്നെ തനിയെ തന്നെ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിലെ മൂവ്മെന്റുകൾ നമ്മൾ പ്രായമായി കഴിയുമ്പോൾ പഠിക്കാൻ വരുന്നവർക്ക് ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ കാണിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സീ യു നെക്സ്റ്റ് ടൈം.